ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിപ്പോൾ നമ്മളൊരു റിംഗ് ലൈറ്റ് മേടിച്ചായിരുന്നു നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സാധനം എത്തി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നൊരു അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് വന്നിരിക്കുന്ന നല്ല പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൈറ്റൊക്കെ പൊട്ടാണ്ടിരിക്കാനായിട്ടൊക്കെ ആയിട്ട് നല്ല ബബിളിലൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ നല്ലതായിരുന്നു. ഇതുപോലെ ഇതിനകത്തൊക്കെ ആയിരുന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് എടുത്ത് കാണിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് പാക്കിംഗ് വന്നിരിക്കുന്നത്. നല്ലതാണ്. അപ്പോൾ ഈ റിംഗ് ലൈറ്റിനകത്താണ് ഉള്ളത്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലിപ്പം ഇതുപോലെ അക്സസറീസ് വന്നിട്ടുണ്ട്. ഇത് ഫോണിൻ്റെ ഹോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണ് സിമ്പിളായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോകുന്നൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് വെക്കാം ഫിക്സിങ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്ന നമ്മുടെ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ബോൾസ് വരുന്നുണ്ട്. അത് നമ്മൾ ആദ്യം ഇത് ഊരിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഫിക്സിങ്ങിൻ്റെ കൂടെ തന്നെ കാണിക്കാം, അൺബോക്സിൻ്റെ കൂടെ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ ഡൗട്ടുള്ളവർക്കും ചെയ്യാമല്ലോ മേടിക്കുമ്പോൾ. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇതിപ്പോൾ ടൈറ്റായി. ഇപ്പോൾ ഇതിനകത്ത് ഫിക്സായി. ഇനി നമ്മൾ ഈ പോർഷൻ ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ സ്റ്റാൻഡിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെയൊക്കെ മാറ്റി വെക്കാം. പിന്നെ റിംഗ് ലൈറ്റ്, ഇതാണ് റിങ് വരുന്നത്. നല്ല വലിപ്പമുള്ള റിങ്ങാണ്. 10 ഇഞ്ച് ഡയമീറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ റിങ്ങിൻ്റെ ഫിക്സ് ചെയ്യുന്നത്. ഈ സംഭവം റിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് ടൈറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആ സ്റ്റാൻഡ് എടുത്ത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. സ്റ്റാൻഡിന് വേണ്ട പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൈഡ് വഴിയാണ് പൊട്ടിക്കാനുള്ളത്. അപ്പോൾ ഇതുവഴി നോക്കാം നമുക്ക്. പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, വലിയൊരു സ്റ്റാൻഡാണ്. 7 അടിയുടെ 7 ഫീറ്റാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അതെങ്ങനെ ഉണ്ടോ സംഭവം, മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ സ്റ്റാൻഡാണ് വരുന്നത് ഇതിനകത്ത്. ഓക്കെ, ഇത് നമുക്കിങ്ങനെ വിടർത്തിയിട്ട് നമുക്കിങ്ങനെ താഴെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് വെക്കാൻ വേണ്ടിയുള്ള സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇത് ഫോൾഡബിൾ ആയിട്ടുള്ള ടൈപ്പാണ്. അത് ഞാൻ വെച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പം ജസ്റ്റ് അൺബോക്സിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇത് അലൂമിനിയത്തിൻ്റെ ഇതാണ് വരുന്ന ഫ്രെയിം. നല്ല സ്ട്രെങ്ത്താണ്, വലിയ കുഴപ്പമൊന്നുമില്ല. കാണുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഈ റിംഗ് ലൈറ്റ് ഫിക്സ് ചെയ്യാനുള്ള സംഭവമുണ്ട്. ഇത് ലൂസ് ചെയ്യുമ്പോൾ ഈ 2 ഫേസാണ് ഇവിടെ വരുന്നത്, ടെലിസ്കോപ്പിക്ക്. ഓക്കെ, കണ്ട നല്ല ലെങ്ത്തിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. ഇപ്പം ടോട്ടൽ ലെങ്ത്ത് എനിക്ക് ഇതിനകത്ത് അൺബോക്സിങ്ങിൽ കാണിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ നിലത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പം ഞാനിതിങ്ങനെ ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന രീതി കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇതിവിടെ നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കാം. ഇവിടെ സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. അത് വെച്ചിട്ട് സ്ക്രൂവിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഫോണ് ഇവിടെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ ഈ ഹോൾഡർ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ബെൻഡിങ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ആ ബെൻഡ് ചെയ്യുന്നത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെൻഡ് അവിടെ നിന്ന് അനങ്ങത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് അതിലേക്ക് ടൈറ്റ് ചെയ്താൽ ഫോൺ താഴെ പോയില്ല. ഇത് ഫുൾ ടൈറ്റായിട്ടിരിക്കും. ഉള്ളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നല്ല ബെൻഡബിളാണ്. ഇങ്ങനെ നമുക്ക് ബെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കാണിച്ച് ഇനിയിപ്പോൾ ഞാൻ ഇത് പുറത്തേക്ക് വെച്ചതിന് ശേഷമുള്ളത് കാണിക്കാം. ഇത് കണ്ട, അപ്പം ഇത് ലൈറ്റ് പ്ലസ് ഇതാണ്. ഇവിടെ നമുക്ക് USB ആണ് വരുന്നത്. ഇതിന് കണ്ട, ഇവിടെ USB വരുന്നുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഫോൺ ചാർജറിലേക്ക് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോൺ ചാർജർ, എൻ്റെ ഈ ഫോണിൻ്റെ തന്നെ ചാർജറിലേക്ക് ഞാനത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്, USB. ഓക്കെ, അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഞാൻ ഈ ലൈറ്റ് കത്തിച്ച് കാണിക്കാം. അപ്പോൾ ഇത് വാം വൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഇതിൽ പ്ലസ് മൈനസ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു വേറെ ഒരു കുറച്ച് കുറഞ്ഞ ടൈപ്പ് ലൈറ്റ്. ഇതൊരു ബ്ലൂയിഷ് ഷെയ്ഡ് വരുന്നത്, പ്യുവർ വൈറ്റ്. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഇതിനകത്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിൽ അതിൻ്റെ അഡ്ജസ്റ്റ് വരും. ബ്രൈറ്റ് ഒരു കളറിൽ തന്നെ കുറഞ്ഞു മൈനസ് വെക്കുമ്പോൾ. ഇത് ഫുള്ള് നിൽക്കുമ്പോൾ മാക്സിമം ബ്രൈറ്റ്നസ് ആയി.
ഇതാണ് കളർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കളർ മാറ്റാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ബ്ലൂവിൻ്റെ ഷെയ്ഡ് തന്നെ മാക്സിമം അതിൽ തന്നെ ലൈറ്റ് കുറയ്ക്കാനുള്ള. ഇപ്പോൾ ഒരു 3 മോഡാണ് മെയിനായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വർക്കിംഗ് ആണ്. കണ്ടീഷൻ നല്ല ഇപ്പം ബ്ലൂ ഷെയ്ഡ് വൈറ്റ് നല്ല ലെവലിൽ വന്നിട്ടുണ്ട് ലൈറ്റ്. ഇത് ശരിക്കും മറ്റേതിൻ്റെ പോലെ ഹെവി ലൈറ്റ് ആവശ്യമില്ല. നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ലൈറ്റാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഒരു ആംബിയൻസ് തരും വീഡിയോൻ്റെ ഇത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സാധാ ലൈറ്റ് പോലെ അല്ല. അപ്പോൾ ഇത് ഫോണിൽ വെച്ചതിന് ശേഷം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള അതും നോക്കാം നമുക്ക് വേണമെങ്കിൽ, അതിൻ്റെ ക്ലാരിറ്റി ഡിഫറൻസ്. ഓക്കെ, ഞാനിതിപ്പോൾ ഇതിൻ്റെ മേളിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഇതേ ലൈറ്റ് തന്നെ ഞാൻ എൻ്റെ ഇപ്പം വീഡിയോ എടുക്കുന്ന ഫോണിൻ്റെ ബാക്കിലേക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വ്യത്യാസം നോക്കാം. ഈ ഒരു സാധനം ഇതാണ് സംഭവം, റിങ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ സെയിം ലൈറ്റ് ഞാൻ ഇതിൻ്റെ മേളിലേക്ക് വെക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, കണ്ടോ ആ ക്ലാരിറ്റി ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ലൈറ്റ് ഇതിൻ്റെ നടുക്ക് വരുമ്പോൾ, ഈ ഫോണിൻ്റെ നടുക്ക് വരുമ്പോൾ, അപ്പോൾ ഞാൻ ഈ ലൈറ്റൊന്നും ഇപ്പോൾ ഓൾറെഡി ലൈറ്റിലുണ്ട്, ഞാൻ ഇതില്ലാണ്ടല്ലേ ലൈറ്റ് എടുത്ത്. അപ്പോൾ മാറ്റി നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. കണ്ടോ ഐസ്, കണ്ടോ ആ ഒരു നമ്മുടെ ഒരു ക്ലാരിറ്റി ഡിഫറൻസ്. ഇതിപ്പോൾ ലൈറ്റ് വെച്ചിട്ട് ഇപ്പോൾ ലൈറ്റ് മാറ്റുമ്പോൾ കണ്ടോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്, സാധാ ലൈറ്റും ഇതും തമ്മിൽ. ഇത് കയറുമ്പോൾ ഒരു പ്രത്യേകത ലൈറ്റ് വരും, അത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ആവശ്യമില്ലെങ്കിലും നമുക്ക് റിട്ടേൺ കൊടുക്കാവുന്നതാണ്. നമുക്ക് ഉദ്ദേശിച്ച പോലത്തെ ക്ലാരിറ്റി കാര്യങ്ങൾ കിട്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ നോക്കാം. ഇനിയിപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ എടുത്ത് തരാം. ഇതാണ് സംഭവം. ഇതാണ് ഇപ്പോൾ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിന് ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഒരാളുടെ ഹൈറ്റിലേക്ക് ഇത് ഉയർത്താൻ പറ്റും. ഇവിടെ ഇപ്പം നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിന് ഹൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പം എൻ്റെ ആവശ്യത്തിനുള്ള ഹൈറ്റ് ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് ഇനിയും ഉയർത്താനുണ്ട് ഇവിടെ. ഓക്കെ, ഇതാ ഇവിടെ ഇപ്പം രണ്ടാമത് ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടുന്ന് നമുക്ക് പിന്നെയും ഇവിടുന്ന് ടെലിസ്കോപ്പ് ഇവിടുന്ന് ഉയർത്താനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഹൈറ്റായി. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നമുക്ക് ചെയ്യാം. എന്നിട്ടിത് ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് സംഭവം. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം വരുന്നത്. ഇത്രയും ഹൈറ്റിൽ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നൊരു സെക്ഷനാണ്. ഓക്കെ, നേരത്തെ സ്റ്റാൻഡായാലും നിങ്ങൾക്ക് കാണാം. കണ്ടോ ഇപ്പോൾ ലൈറ്റിൽ ആ ഫോൺ പിടിപ്പിക്കുന്നത് അവിടുന്ന് നമുക്ക് ഈ നല്ല വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. ഇത്ര ഹൈറ്റ് നമുക്ക് കിട്ടും. ഇതാണ് ഫുൾ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ്, ഒരാളുടെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് 470 വന്നത്. മറ്റേ ഫ്ലിപ്കാർട്ട് അതിൽ കുറച്ച് കോയിൻസ് ഉണ്ടല്ലോ, അതടക്കം 500 സംതിങ് ആയിരുന്നു. ഒരു 40 കോയിൻസും കൂടെ ആഡ് ചെയ്തിട്ട് 450-470 റേഞ്ചിൽ കിട്ടി. ഓക്കെ, ലൈറ്റിങ്ങിന് നല്ല വേരിയേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഈ ലൈറ്റ് ഓഫ് ചെയ്താലും കണ്ടോ അത്യാവശ്യം ഇതിൻ്റെ ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ ഈ ലൈറ്റിങ്ങിൽ തന്നെ നമുക്കൊരു വീഡിയോസ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിൽ ലൈറ്റിങ് മാറുമ്പോൾ ഞാൻ കാണിക്കാം. ഇവിടുത്തെ ആംബിയൻസ് വേറെ ആംബിയൻസിൽ വരുന്നുണ്ട്. ബ്ലൂയിഷ് ഷെയ്ഡൊക്കെ അടക്കം നമുക്ക് ലൈറ്റിങ് കുറയ്ക്കുകയും ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് ഏറ്റവും കുറവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഇടണം എന്ന് കുറച്ച് പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബേഴ്സ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ മേടിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കുക, ക്ലാരിറ്റി വീഡിയോസ് ആക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. ജസ്റ്റ് ഒരു റിവ്യൂ ആയിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഞാനിടാം, അതിൻ്റെ ലിങ്കും കാര്യങ്ങളും. ഓക്കെ, താങ്ക് യു.